ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് വേൾഡ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കിച്ചണിലോട്ട് പോവാണ്. രാവിലത്തെ പരിപാടികളൊക്കെ നോക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ബ്രെഡും മുട്ടയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഞാനെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ബീഫ് ഫ്രീസറിൽ നിന്ന് ഞാനെടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കുളിക്കാൻ കയറിയിട്ടുണ്ടായി. അപ്പോൾ അവനെ കുളിപ്പിക്കാനൊക്കെ കയറ്റി രാവിലെ തന്നെ അവൻ്റെ കുളിയൊക്കെ കഴിയും. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. പിന്നെ കട്ടൻ ചായ മാത്രം പോരാ, പാൽ ചായയും വേണം. അപ്പോൾ പാൽ ചായ വെക്കാനായിട്ടുള്ള പാൽ തിളപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാൽ ചായയും കൂടിയും ഫസ്റ്റ് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് കുടിക്കാമല്ലോ. ഞാൻ വേഗം പാൽ ചായ തിളപ്പിച്ച് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് എടുത്ത് ചൂടാക്കാനായിട്ട് പോവാണ്. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ബ്രെഡ് ആകെ പൊടിഞ്ഞിരിക്കുകയാണ് ആ പാക്കറ്റിൽ തന്നെ. എൻ്റെ പ്ലാനൊക്കെ പാളി. രാവിലെ തന്നെ പ്ലാനുകൾ തെറ്റുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. അപ്പോൾ അതവിടെ വെച്ചു. അവിടെ വെച്ചതിന് ശേഷം ഞാൻ തുണികളൊക്കെ അലക്കാനായിട്ട് മെഷീനിൽ ഇടാണ് കേട്ടോ. അപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് രാവിലെ. ആ ഒരു സമയത്ത് മാക്സിമം പണികളൊക്കെ അവസാനിപ്പിക്കാൻ ഞാൻ നോക്കൂ കേട്ടോ. അങ്ങനെ ചായ തിളപ്പിച്ചിട്ടുണ്ട്. ചായ തിളപ്പിച്ച് അവിടെ വെക്കുകയാണ്. അതിന് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട കൊത്തിപ്പൊരിച്ചിട്ട് ബ്രെഡ് അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ തോൽപ്പിക്കാനാവില്ലല്ലോ. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് ഒന്നുമില്ല, തക്കാളിയും സവോള വഴറ്റിയിട്ട് അതിൽ ബ്രെഡും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. മുട്ടയിട്ട് പൊട്ടിച്ച് ഒഴിച്ച് ചിക്കി പൊരിച്ച് ബ്രെഡ് അതിലിട്ട് പൊടിച്ച് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി, അത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അരി കഴുകാണ്. അപ്പോൾ കഴുകിയ അരി ഞാൻ തിളച്ച വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കുക്കിംഗ് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സവോളയും തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട അതിൽ പൊട്ടിച്ച് ഒഴിക്കും. എന്നിട്ട് ബ്രെഡും കൂടി മിക്സ് ചെയ്യുക, കഴിക്കുക. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഈ അരി തിളച്ചു, ചോറ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറ് റൈസ് കുക്കറിലാണ് ഇറക്കി വയ്ക്കുന്നത്. തിളപ്പിച്ച് പകുതി വേവാകുമ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് അതെടുത്താൽ മതി. അപ്പോൾ ഇവിടെ വികൃതി കുട്ടന്മാർ ഇവിടെ എന്തൊക്കെയോ പണികൾ ഒപ്പിക്കുന്നുണ്ട്. ഒരാൾ കരയുന്നുണ്ട്. ഇത് ഇടയ്ക്ക് വരും കേട്ടോ. ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരയണേ. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് ബാക്കി കുറച്ച് പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര കരച്ചിൽ, ഒട്ടും സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുത്തിട്ട് ഡ്രയറിലോട്ട് ഇടാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കയ്യിലിരുന്ന് ഞാൻ പണികളെടുക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെ അനങ്ങാണ്ട് അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോളും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾ വിരിച്ചിടാം. ഓരോരോ തുണികളൊക്കെ ആയിട്ട് ഇങ്ങനെ വിരിച്ചിടാണ്. അതിനുശേഷം ഇന്നലത്തെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേപ്പർ അതൊക്കെ വേറെ ഒരു ഇതിൽ, പിന്നെ ഫുഡ് വേസ്റ്റ് വേറൊരു ബക്കറ്റിൽ അങ്ങനെയാണ് ഇടുക. അപ്പോൾ അത് രണ്ടും കൊണ്ടൊന്ന് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ മുറ്റടിക്കാനായിട്ട് നിന്നു കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പുറത്തത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറാണ്. അപ്പോൾ ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി എൻ്റെ ടേണാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ കൊണ്ടുവന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്.
അപ്പം ആ ബ്രെഡും ആ റെസിപ്പി കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കണേ. അപ്പം കഴിച്ചു നോക്കിയപ്പോൾ എനിക്കും വലിയ കുഴപ്പമില്ലയെന്ന് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എന്താ ചെയ്യുക, ഓരോന്ന് പറ്റുമ്പോൾ ഓരോന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യുക. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നതാണ് ഇവന് ഭക്ഷണം കൊടുക്കുക. അതൊരു വല്ലാത്ത ടാസ്ക്കാണ്. പല ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ടാസ്ക്കാണിത്. അങ്ങനെ അതൊക്കെ ഒരു വിധത്തിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കാണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ സവോളയും ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള രാവിലെ പണി കിട്ടിയ കാരണം അതിന് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ബാക്കി സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ തക്കാളി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അതും കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചിട്ട് തരുന്നില്ല. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സലാഡിനുള്ളതാണ് കേട്ടോ. പിന്നെ തക്കാളി ഞാൻ അരിഞ്ഞല്ല പേസ്റ്റാക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്. പിന്നെ ഇവനെ കുളിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുളിപ്പിച്ചു കൊണ്ട് ഇവിടെ ഒരാൾ തകൃതിയായിട്ട് പടം വരയിലാണ്. TV വർക്ക് ചെയ്യണില്ല, അപ്പോൾ അത് കാരണം ആൾ പടം വരയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റാൻ കേട്ടോ. ഭയങ്കര ദേഷ്യമാണ് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാമെന്ന് പറയുന്നത്. ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരന്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കാണ് കേട്ടോ. സുന്ദരക്കുട്ടപ്പനാക്കാണ്. അതിനുശേഷം വൈറ്റമിൻ ഡിയുടെ ഒരു മരുന്നുണ്ട്. അത് 1 വയസ്സ് വരെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ആൾ മേടിച്ച് കുടിക്കും, ചിലപ്പോൾ ഇതേപോലെയൊക്കെ ഓരോന്ന് കാണിക്കും കേട്ടോ. തട്ടിക്കളയും, കുടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾ വായിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ചിലപ്പോൾ തുപ്പിയൊക്കെ കളയും, എന്നാലും കൊടുക്കാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവനെ കുളിച്ച് അവൻ്റെ പരിപാടിയും കഴിഞ്ഞു രാവിലത്തെ. അത് ഞാൻ അവന് ഉമ്മച്ചിടയിൽ കൊടുത്തിട്ട് ഞാൻ അടിച്ചൊക്കെ വരാനായിട്ട് നിൽക്കാം കേട്ടോ. വീട് അടിച്ചു വാരി ക്ലീനാക്കി. അപ്പോൾ അതോടുകൂടി ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ക്ലീനാക്കി വയ്ക്കും. അടിച്ചൊക്കെ വാരി വന്ന് കഴിഞ്ഞപ്പോൾ ഇറച്ചി ബീഫ് ഐസ് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി കുക്കറിലിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു, വിസിലടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ സമയം കൊണ്ട് അത് വെന്ത് കിട്ടുമല്ലോ. ബീഫിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി ഞാനതേ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കണത്. അപ്പോൾ അതും കൂടിയും സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടികൾ പെട്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കും കേട്ടോ വീട്. അപ്പം ഞാൻ അടിച്ച് വാരി കഴിഞ്ഞാൽ അത് ബീഫ് വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും അവൻ ഉറങ്ങി കേട്ടോ. പാലൊക്കെ കൊടുത്ത് ഉറക്കി. ഇപ്പോൾ അടിച്ച് വാരി തുടച്ച് വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്, വീടിങ്ങനെ ക്ലീനായി കിടക്കണ കാണുമ്പോൾ. ഇവിടെ ഒരാൾ കളിയിലാണ്, കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് വെച്ചോളാമെന്നും പറഞ്ഞിട്ടാണ് ഇരിക്കണതൊക്കെ. അപ്പോൾ ഞാൻ ബീഫ് അവിടെ സെറ്റായി കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കറി വയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയത്തെ പരിപാടി കഴിഞ്ഞല്ലോ. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയിട്ടാണ് ബീഫിലിടാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. വഴറ്റിയിട്ടാണ് വെക്കുക കേട്ടോ. അപ്പോൾ കൂട്ടാൻ പരിപാടിയൊക്കെ തകൃതിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഉമ്മി ഞാൻ അത് ചെയ്തുതരാം, ഇത് ചെയ്തുതരാം. അപ്പോൾ ചെപ്പുകളൊക്കെ എടുത്ത് എനിക്ക് കയറ്റി വെച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ വേണ്ടാന്ന് പറയില്ല, ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോഴും അങ്ങനൊരു ശീലം വളർത്തുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറയില്ല, ചെയ്യണ പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് അതൊരു മെനക്കെടാവും. അങ്ങനെ ബീഫ് കറിയൊക്കെ സെറ്റാക്കി സലാഡൊക്കെ റെഡിയാക്കി വെച്ചു. പപ്പടം വറുത്തു. ഇത്രയുള്ള പരിപാടി. ഇനി കുറച്ച് സോഡ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അവനൊരാഗ്രഹം സോഡ സർബത്ത് കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദാഹിക്കുന്നുണ്ട്, അപ്പോൾ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് സോഡ സർബത്ത് ഉണ്ടാക്കി കുടിക്കുകയാണ്.
അപ്പോൾ ഗൈസ് ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലെ പരിപാടികൾ, ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രഷ് അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ്. ഒരു ദിവസത്തെ ഒരു ഭാരം കൂടെ ഇറക്കി വെച്ച പോലെയാണ് കുളി കഴിഞ്ഞാൽ. കുളിക്കാനൊക്കെ ഞാൻ വിചാരിച്ചാലും നേരം വൈകി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. പിന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന് ഫുഡ് കൊടുക്കുക. ഉച്ചത്തെ ഫുഡ് കൊടുക്കുക. അപ്പോൾ അതേ ഫുഡ് കൊടുക്കുമ്പോൾ വീണ്ടും എന്നെ പിടിച്ച് വലിക്കും, മാന്തും. കണ്ട, ഇതാണ് മെയിൻ പരിപാടി. എന്നും എന്നെ ഉപദ്രവിക്കും ഗൈസ്. ഈ കൊച്ച് ഉപദ്രവങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വീണ്ടും ഫുഡ് കൊടുക്കും. അങ്ങനെ അവനൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. മൂത്തവന് ഫുഡൊക്കെ അവിടെ വെച്ച് കൊടുത്ത് അവൻ തന്നെ കഴിച്ചോളും. അപ്പോൾ അതേ ഞാൻ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചോറും ബീഫ് കറിയും പപ്പടും സലാഡൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ പിള്ളേർ കുസൃതി ഒപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ നോക്കി ചിരിക്കണതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടോ. ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം അവിടെ ഒരുത്ത് നിന്ന് പറയുന്നുണ്ട് പൊറോട്ട മേടിക്കാം ബീഫ് കറിയുടെ കൂടെ കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ അതാണ് ഞാൻ ചിരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറി. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. അതിനുശേഷം പൂച്ചയ്ക്ക് ബാലൻസ് വന്ന ചോറൊക്കെ പൂച്ചയ്ക്കാണ് കൊടുക്കുക. അപ്പോൾ പൂച്ചയ്ക്ക് ഞാൻ ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് അതിനുശേഷം ഞങ്ങളൊന്ന് ഉറങ്ങും. കുറച്ച് നേരം ഒന്ന് ഉറങ്ങും, കിടക്കും, മൊബൈൽ കാണും. ഇതൊക്കെയാണ് പരിപാടി ഉച്ചയ്ക്ക്. എന്തിനാ ഇവിടെ എന്താ നടക്കണേ? എന്നിട്ട് ഇവിടെ അമ്പ വേണോ? നീ ഇവനൊക്കെ ഒന്ന് ഉറക്കി കഴിഞ്ഞാലാണ് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഉറങ്ങാം നമുക്ക്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതിനുശേഷം ബാക്കി വിശേഷം കാണാം കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇപ്പോൾ ഒരാളിവിടെ എണീറ്റിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചായ വെച്ച് കുടിക്കണം. ചായ ഇടാൻ പോവാം നമുക്ക്. ചായ ഇടാം നമുക്ക്. ചായ കുടിച്ചണ്ടേ? അപ്പോൾ അതേ ചായ വെക്കൽ പരിപാടിയിലാണ്. ചായ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. ചായ വെച്ച് ഞാൻ അപ്പം തന്നെ കുടിക്കില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വയ്ക്കും. അതിന് ശേഷമാണ് കുടിക്കുള്ളൂ. അപ്പോൾ ഇതേ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് നല്ലോണം ആറ്റിയിട്ടാണ് ഞാൻ വയ്ക്കുള്ളൂ. 2 ആറ്റലൊക്കെ ആറ്റി അവിടെ ഒന്ന് മൂടി വെച്ചേക്കും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറില്ല. അപ്പോൾ കുടിക്കാവുന്ന ചൂടാവും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്തുനിന്ന് തുണികളൊക്കെ എടുത്ത് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു വേഗം. കാരണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വാനരന്മാരുണ്ടല്ലോ, അവരും കൊണ്ടൊന്ന് പുറത്ത് സർക്കിട്ടിന് പോകണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് കണ്ണിനും ചെവിക്കും സ്വൈര്യം തരില്ല. അപ്പോൾ വേഗം തുണികളൊക്കെ മടക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തുണികളും മടക്കി സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇവനെയും കൊണ്ട് പുറത്തോട്ട് വന്നു. ഇനി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ കൊണ്ടു നടക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. അപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്നിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. പുറത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പാടത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. അവിടെ ഇറക്കത്തൊരു പാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോൾ നല്ല രസമാണ്, പക്ഷേ കയറ്റം ആണ്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങിപ്പോകാൻ നല്ല സുഖം, പക്ഷേ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പട്ടിയായി പോവും.
പാടത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല വൈബാണ്, നല്ല കാറ്റൊക്കെയാണ്. അതേ അവൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി കളിക്കുന്നുണ്ട്. ഞാനും ചെറിയവനും പാടൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അങ്ങനെ ഇവിടെ ചേട്ടൻ്റെ എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങളാണ്. സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം കളിച്ചു പിള്ളേർ പുറത്ത്. അതിന് ശേഷം ഇരുട്ടിയപ്പോൾ നഗത്ത് കയറി ഞങ്ങൾ. ഇനി രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉള്ളൂ. ഫുഡ് കഴിക്കുന്നതും പിന്നെ അവർക്ക് ചോറ് കൊടുക്കുന്നത്, അങ്ങനത്തെ കുറച്ച് രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കാണിക്കാം. അതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സമയം 7:30ആയി. 7:30 കഴിയുമ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കുക. അപ്പോൾ ഫുഡ് കൊടുക്കുകയാണ്. ചോറുണ്ടാ? എന്നിട്ട് കറി ആർച്ചിക്കറി. എങ്ങനെയുണ്ട് ചോറ്? സൂപ്പർ 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 സൂപ്പർ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോവാണല്ലേ. അപ്പോൾ ഇവനൊന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. രണ്ടുപേരും കുളിച്ച് എങ്ങോട്ട് നോക്ക്, കുളിച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേര് ഉറങ്ങിയാൽ മതി. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ കേട്ടാ. ഫുഡ് കഴിക്കലും കുളിക്കലും. ഉറക്കം വരുന്നുണ്ടാ? ഉറക്കം വരുന്നുണ്ടാ? രാത്രി ഞാൻ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ പപ്പായ 2-3 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചാൽ അത് കഴിക്കുകയാണ്. അപ്പോൾ നാളത്തേക്കുള്ള അപ്പത്തിന് മാവ് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മാവ് അരക്കണതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യാം. അതിനുശേഷം അടുക്കളയുടെ അവസ്ഥ ഇതാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് കാലിയാക്കി ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഒരു കുന്നാരം പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ച് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് കിടക്കാറ്. ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി സെറ്റാക്കി. കണ്ട അടിപൊളിയായില്ലേ, ക്ലീനായില്ലേ. ഇനിയൊന്നുമില്ല, ഇനി നേരെ റൂമിലോട്ട് പോവാം. റൂമിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പണികളുണ്ട്. റൂമൊക്കെ ഒന്ന് അടിച്ചു വാരണം. അടിച്ചു വാരി ക്ലീനാക്കി അതിന് ശേഷം കുറച്ച് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച്, കുറേ തേക്കാനുണ്ട്, 2-3 വെച്ച് ദിവസം തേക്കും, അത്രയൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ തേച്ച് സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ഒരു ദിവസം എൻ്റെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസങ്ങളും. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ ഫ്രഷായി. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ പേര് പറഞ്ഞിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നൊക്കെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ടാറ്റ പറയ്.